എങ്ങനെയാകും നമ്മൾ മരിക്കുക? എത്ര ആളുകളുടെ മരണം നാം അറിഞ്ഞിരിക്കുന്നു. ആക്സിഡൻറ്റിൽ മരിച്ചു, ഹോസ്പിറ്റലിലെ ബെഡിൽ കിടന്ന് മരിച്ചു, ഒന്നുമില്ലാതിരുന്നതാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. എൻ്റെ അന്ത്യം എങ്ങനെയായിരിക്കും? ഉലമാക്കൾ പറഞ്ഞതായി കാണാം, മൻ ആശ അലാ ഷൈ മാത അലൈഹി. ഏതൊരുവൻ എന്ത് കാര്യത്തിലാണോ അവൻ ജീവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗവും അവൻ എന്തിനാണോ ഉപയോഗിക്കുന്നത്, മാത അലൈഹി, അവൻ മരണപ്പെടുക ആ കാര്യത്തിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യ ഭാഗം ഫോണിലാണോ? ഭയപ്പെടണം. സംഗീതം കേൾക്കുന്നതിലാണോ? ഭയപ്പെടണം. സിനിമകളും സീരിയലുകളും കാണുന്നതിലാണോ? ഭയപ്പെടണം. വിനോദങ്ങളിലും അനാവശ്യമായ കാര്യങ്ങളിലുമാണോ? ഭയപ്പെടണം. എത്ര ആളുകളുടെ കഥകൾ നാം തന്നെ കേട്ടിട്ടുണ്ട്. അവസാന സമയത്ത് അവന് പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ. ഏതോ പെണ്ണിൻ്റെ പേര് പറഞ്ഞ് മരണപ്പെട്ടു. കാരണം അവൻ്റെ ജീവിതം അവൻ മാറ്റിവെച്ചത് ആ പെണ്ണിന് വേണ്ടിയിട്ടാണ്. സംഗീതത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് മരിച്ചു. കളിക്കാരൻ്റെ പേര് പറഞ്ഞ് മരിച്ചു. കാര്യം എളുപ്പമല്ല. നമ്മൾ വിചാരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ചിട്ടുണ്ട്, 5 നേരത്തെ നിസ്കാരമുണ്ട്, 1 മാസം നോമ്പ് നോക്കുന്നുണ്ട്, അവസാനം മലക്കുൽ മൗത്ത് വന്നു കഴിഞ്ഞാൽ സുഖമായി